മൂന്നാമതായി സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതിയാൽ ആ സൂറത്ത് പതിവാക്കുന്നവന് തീർച്ചയായും ആ സൂറത്ത് ഖബറിൽ വന്ന് ശഫാഅത്ത് ചെയ്യുന്നു, മഹ്ശറയിൽ ശഫാഅത്ത് ചെയ്യുന്നു. അവനെ പിശാച് ഇതിന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടുന്നു, അവന്റെ തൗഹീദ് ശക്തിയാകുന്നു. അതുപോലെ നിങ്ങൾ നോക്കൂ, ഖുർആനിന്റെ മറ്റൊരു മഹത്വം അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ മഹദിയ പറയുകയാണ്, ഒരു ദിവസം റസൂലുള്ളാഹിന്റെ പൊന്നോമന മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എന്റെ വീട്ടിൽ 3 പ്രാവശ്യം വന്നു. അല്ലാഹുവിന്റെ ഹബീബിനെ കാണാൻ വേണ്ടി വന്നു. ആരാണ് ഫാത്തിമ എന്ന് നിങ്ങൾക്കറിയുമോ? ഫാത്തിമത്തു ബദ്അത്തും മിന്നി, ഫാത്തിമത്തു ബദ്അത്തും മിന്നി. ഫാത്തിമ എന്റെ കരളിന്റെ ഘട്ടമാണ്, കരളിന്റെ ഘട്ടമാണെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും പറയാറുള്ള പ്രിയപ്പെട്ട മകൾ 3 പ്രാവശ്യം റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് വന്നു. റസൂലുള്ളാഹിനെ കാണാതെ തിരിച്ചുപോയി. രാത്രി പാതിരയായപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് വീട്ടിലെത്തി. ആ സമയത്താണ് മഹദിയായ ആയിഷ പറയുന്നത്, നബിയെ, തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഇന്ന് 3 പ്രാവശ്യം തങ്ങളെ കാണാൻ വന്നിരുന്നു. എന്താണ് സംഭവമെന്നറിയില്ല. അല്ലാഹുവിന്റെ ഹബീബ് വളരെ ക്ഷീണിച്ചു. പെട്ടെന്ന് കിടന്നുറങ്ങാനുള്ള ഒരുക്കത്തോടുകൂടെ രാത്രി പാതിര സമയത്ത് വീട്ടിൽ വന്നതാണെങ്കിലും പൊന്നോമന മകൾ 3 പ്രാവശ്യം എന്നെ കാണാൻ വന്നിട്ട് കണ്ടില്ലല്ലോ എന്ന ഈ ദുഃഖത്തോടെ അല്ലാഹുവിന്റെ ഹബീബ് ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ എത്തുമ്പോൾ ഭർത്താവായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു തങ്ങളും ആ ബീവി ഫാത്തിമയും കിടന്നിരിക്കുന്നു, ഉറങ്ങാൻ കിടന്നിരിക്കുന്നു, വിരുപ്പിൽ കിടക്കുകയാണ്. റസൂലുള്ളാഹിനെ കണ്ടപ്പോൾ പെട്ടെന്ന് 2 പേരും തട്ടി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. വേണ്ട വേണ്ട, അവിടെ തന്നെ കിടക്കൂ എന്ന് പറയുകയും അല്ലാഹുവിന്റെ ഹബീബ് രണ്ടാളുടെയും ഇടയിൽ പോയിരിക്കുകയും ചെയ്തു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലിന്റെ അടി എന്റെ ശരീരത്തിൽ തൊട്ടപ്പോൾ എനിക്കുണ്ടായ ചൈതന്യം, എനിക്കുണ്ടായ തണുപ്പ്, ഞാൻ സ്വർഗത്തിൽ കടന്നതുപോലെ തോന്നിപ്പോയി. അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലിന്റെ അടിയത്തിൽ തൊട്ടപ്പോൾ അങ്ങനെ ഇരുന്നുകൊണ്ട് എന്നോട് ചോദിക്കുന്നു, പൊന്നോമന മകളെ, പ്രിയപ്പെട്ട മകളെ, നീ എന്തിനായിരുന്നു ഇന്ന് എന്റെ വീട്ടിൽ 3 പ്രാവശ്യം വന്നത്? അല്ലാഹുവിന്റെ ഹബീബിനോട് പ്രിയപ്പെട്ട മകൾ അവിടുത്തെ കൈയിന്റെ അടി കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുന്നു, എന്റെ ഭർത്താവ് അലി ഇബ്നു അബീ താലിബ് വളരെയധികം ധർമ്മിഷ്ഠനാണ്, നിങ്ങൾക്കറിയാമല്ലോ. അവിടുന്ന് സമ്പാദിച്ചുകൊണ്ട് ഗോതമ്പ് കൊണ്ടുവരും. എന്നാൽ ആ ഗോതമ്പ് പൊടിച്ച് ഫക്കീറുമാർക്ക് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കും. ഈ ഗോതമ്പ് പൊടിക്കാൻ യന്ത്രങ്ങളും മെഷീനുകളുമില്ല. ആസിലിട്ടുകൊണ്ട് പൊടിക്കുകയാണ്. ഈ ആസുകല്ല് എന്റെ കൈ കൊണ്ട് തിരിച്ച് 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 എന്റെ കൈയിന്റെ അടിയിലെ തൊലി മുഴുവനും പൊട്ടിപ്പോയി രവിയെ. അതുകൊണ്ട് 1-2 ഹാദിമീങ്ങളെ വെള്ളാട്ടികളെ എനിക്ക് തരുമോ? അവിടുത്തെ യുദ്ധത്തിൽ നിന്ന് ഗനീമത്തായി കിട്ടിയ വെള്ളാട്ടികളുണ്ടെന്ന് കേട്ടു. അതിൽ നിന്ന് 1-2 എനിക്ക് സഹായത്തിന് തരുമോ എന്ന് ചോദിക്കാനാണ് വന്നത് എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, കരുണയ്ക്ക് കഷ്ടപ്പാടെന്ന് പറയുന്ന പുന്നാര മകൾ ആ മകളോട് പറഞ്ഞു കൊടുക്കുന്നത്, മകളെ, നിനക്ക് ഞാനൊരു വെള്ളാട്ടിയെ തരുന്നതിനേക്കാൾ, ഒരടിമ സ്ത്രീയെ തരുന്നതിനേക്കാൾ, ഒരു വേലക്കാരിയെ തരുന്നതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നിനക്ക് ഞാൻ പറഞ്ഞു തരാം. നീ ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ 2 പേരും അലി ഇബ്നു അബീ താലിബിന് പറഞ്ഞു കൊടുക്കുന്നു, ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ മുഅവ്വിദത്തൈനി ഓതുക. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്
എന്ന് 2 സൂറ ഓതുക. ഓതിയിട്ട് 2 കയ്യിന്റെ അടിയും ഇങ്ങനെ വെച്ച് ഫൂ എന്ന് കയ്യിന്റെ അടിയിൽ ഊതുക. ഊതിയതിന്റെ ശേഷം കൈകൊണ്ട് മുഖത്തും തലയിലും പുറത്തും കൈയെത്തുന്ന തരത്തെല്ലാം കാലിന്റെ അടിവരെ തടകുക. വേറെ ഒരു ഹദീസിൽ ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ 4 സൂറത്ത് നിങ്ങൾ ഓതുക. എന്നിട്ട് 2 കൈയും ഇങ്ങനെ വെച്ച് നിങ്ങൾ കയ്യിൽ ഊതി ആ ഖുർആൻ ഊതിയ കൈ കൊണ്ട് ശരീരം മുഴുക്കെ എത്തുന്ന തരത്തെല്ലാം തടവിക്കിടന്നാൽ ലൻ യദുറഹു ശൈത്താനു ഫീ തിൽക്കൽ ലൈല, അന്ന് രാത്രി നേരം വെളുക്കുന്നത് വരെ പിശാചി അവനെ ബുദ്ധിമുട്ടിക്കുകയില്ല. ഇതിന്റെ അർത്ഥം എന്താണ്? അന്ന് രാത്രി അഥവാ മരിച്ചുപോയാലും ശൈത്താന്റെ ശ്രദ്ധ കൂടാതെ മരിക്കാൻ കഴിയുമെന്നാണ് സഹോദരങ്ങളെ ഇതിന്റെ അർത്ഥം. ഈ 4 സൂറത്ത് 1 മിനിറ്റോ 2 മിനിറ്റോ ആണ് നമുക്ക് വേണ്ടത്. ആ 2 മിനിറ്റ് കൊണ്ട് 4 സൂറയോതി കയ്യിലൂതി ശരീരത്തിൽ തടവിയ ശൈത്താൻ തൊടില്ല. എത്രയാണ് ഖുർആനിന്റെ പവർ! ഓതുന്ന നാവ്, ആ നാവിൽ നിന്നിടുന്ന കാറ്റ്, ആ കാറ്റ് തട്ടിയ കൈ, ആ കൈ തട്ടിയ സ്ഥലം 4ാമത്തെ ഡിഗ്രിയിലെത്തിയപ്പോഴും അതാ ഖുർആനിന്റെ പവർ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഈ സൂറകളും നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതണമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വസിയ്യത്ത് നിസ്കാരം ഖളാ ആക്കരുത്. റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്, സൂറത്ത് ഫാത്തിഹ, സൂറത്ത് ഇഖ്ലാസ്, മുഅബ്ബിദത്തൈനി, ഇവകൾ കഴിവിന്റെ പരമാവധി നിങ്ങൾ എല്ലാ ദിവസവും ഓതാൻ ശ്രമിക്കണം. ഒന്നുകൂടി പറയട്ടെ, പാതിരാ സമയത്ത് സുബഹി നിസ്കാരത്തിന്റെ മുമ്പ്, ഒരൽപ്പം മുമ്പ്, അരമണിക്കൂർ മുമ്പ് ഒന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുക. എഴുന്നേറ്റ് 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കുക. وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما والذين يبيتون لربهم سجدا وقياما. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു അല്ലാഹുവിന്റെ അടിമകളുടെ പ്രധാന അടയാളങ്ങൾ. അതിലൊന്നാണ് വല്ലദീന യബീതൂന